ഇന്നൊരു ഡോക്യുമെന്ററിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നെറ്റ്ഫ്ലിക്സിൽ റീസെന്റ് റിലീസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1 മണിക്കൂർ 35 മിനിറ്റുമാണ് ഈ ഡോക്യുമെന്റിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ആ 1 മണിക്കൂർ 35 മിനിറ്റും കൊണ്ട് നമ്മളെ ആ ഒരു സംഭവ വികാസത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ക്രിസ്റ്റി ടോമി സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഡോക്യുമെന്റിന് സാധിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല ഡോക്യുമെന്റ്, കറി ആൻഡ് സൈനൈഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഡോക്യുമെന്റ്, ദ ജോളി ജോസഫ് കേസ്. കൂടത്തായി കൊലപാതകം നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കൊലപാതകമാണല്ലോ. കാരണം അത്രത്തോളം വാർത്തയിൽ നിറഞ്ഞിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു കൂടത്തായി കേസ്. 6 പേരെ ഭക്ഷണത്തിലൂടെ സൈനൈഡ് കൊടുത്ത് കൊന്ന് കൊലവിളി നടത്തിയിട്ടുള്ള ജോളി ജോസഫിന്റെ കഥ. അവരുടെ ആ ഒരു കൊലപാതകത്തിന് ആസ്പദമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും 1 മണിക്കൂർ 35 മിനിറ്റ് റണ്ണിംഗ് ഡ്യൂറേഷൻ വരുന്ന ഈ ഡോക്യുമെന്ററിയിലൂടെ സംവിധായകൻ ആ ഓരോ ഇൻസിഡന്റും 1 by 1 ആയിട്ട് നമ്മളോട് പറഞ്ഞു കാണിക്കുന്നുണ്ട്. ആക്ച്വൽ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഡോക്യുമെന്ററിയിൽ വന്നു പോകുന്നത്. ആ ഒരു കഥ കാണുമ്പോൾ നമുക്ക് പല സ്ഥലത്തും ഒരു ഞെരുപ്പില്ലേ, ആ ഞെരുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു സീക്വൻസിൽ ഇവരുടെ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ കാണിച്ചിട്ട് ആ പോർട്രേറ്റിൽ ഒരു ക്ലോസ് ഷോട്ട് കണ്ടു കൊടുക്കും. പൊന്നു, ആ ഒരു ക്രൂവൽ ഫീലിംഗ് നമുക്ക് അവിടെ കിട്ടും. ഇവരൊരു അമ്മയാണ്, ഭാര്യയാണ്, എന്തിനു വേണ്ടി ഇവർ കൊന്നു? പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനും അതുപോലെ ലവറിന് വേണ്ടി അവരുടെ പേഴ്സണായിട്ടുള്ള ഇൻട്രസ്റ്റിന് വേണ്ടി 2002 മുതൽ 2016 വരെ നടന്നിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നു. IG ഒക്കെ വരുന്നുണ്ട്, കേസ് അന്വേഷിച്ചിട്ട ആൾക്കാർ, ഈ കേസിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള അവരുടെ സഹോദരങ്ങൾ, ആരൊക്കെ ഒരു കൊലപ്പെടുത്തി, എന്തിനു വേണ്ടി കൊലപ്പെടുത്തി, ആരൊക്കെ കൂട്ടുനിന്നു, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ആളൊരു വക്കീലൊക്കെ വരുന്നുണ്ടോ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദഗതികളും പോലീസിന്റെ ആ ഒരു കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡൗട്ടുകളും ക്വസ്റ്റ്യനുകളും ഒക്കെ ഈ ഡോക്യുമെന്ററിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇന്ത്യൻ ടുഡേ ആണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ തോന്നുന്നു. എനിവേ നല്ലൊരു ട്രീറ്റ് തന്നെയാണ്. കാരണം നമുക്ക് ഈ ഇൻസിഡന്റിനെ കുറിച്ച് ആലോചിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് നടന്നപ്പോൾ എന്താണ് മാധ്യമങ്ങൾ കുറെ പറയുന്നുണ്ട്, എന്താണ് ഇതിന്റെ വാസ്തവം, എങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഡോക്യുമെന്റ് നിങ്ങൾ ഉണ്ടോ, ഡൗട്ട് എല്ലാം മാറും. അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഡോക്യുമെന്ററിയാണ്. ഒരു ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു അവാർഡ് സിനിമ കാണുന്ന ഒരു ലെവലായിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു സാധനമല്ല കേട്ടോ. നല്ല കിടുക്കാച്ച ഐറ്റമാണ്. നെറ്റ്ഫ്ലിക്സിൽ 22-ാം തീയതിയാണ് ഇത് റിലീസായത്. നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം സൗത്ത് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് ലാംഗ്വേജിൽ ഇത് കൺവേർട്ട് ചെയ്ത് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളമാണ് ഒറിജിനൽ വെർഷൻ. എന്തായാലും കാണുന്നത് നിങ്ങൾ. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കില്ലിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പല സമയത്തും ചില സൈലൻസിൽ വരെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കിടുവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമ കാണുന്ന അതേ ഫീലോട് കൂടി നമുക്ക് ഈ 1 മണിക്കൂറുള്ള ഈ ഡോക്യുമെന്ററി നമുക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ടാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ കേസ് അന്വേഷണം, അവരുടെ എമോഷൻസും ഫീലിങ്ങും ഇവരുടെ ക്രൂവാലിറ്റിയും ഒക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതുപോലത്തെ ഡോക്യുമെന്ററികൾ കാണുമ്പോൾ ഇത്രക്ക് ആ ഒരു കേസ് പോയോ, അല്ലെങ്കിൽ ആ കേസിനെ അവർ റീഓപ്പൺ ചെയ്ത രീതി എല്ലാം അടിപൊളിയാണ്. എല്ലാം അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി അടിപൊളിയാണെന്നുള്ളതാണ്. എനിവേ നിങ്ങൾ എല്ലാവരും കാണണം. നെറ്റ്ഫ്ലിക്സിൽ ഈ സാധനം ഉണ്ട്. റീസെന്റ് റിലീസ് ആയതേ ഉള്ളൂ. ഡെഫിനറ്റ് ആയിട്ട് കാണണം. കൂടത്തായി കൊലപാതകം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കൊലപാതകത്തിന്റെ തീം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു സ്റ്റഡി ആയിട്ട് തന്നെ കാണാം. കാരണം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു. ആ കൊലപാതകത്തിൽ നിന്ന് സർവൈവ് ചെയ്ത ആൾക്കാരുണ്ട്. അവരുടെ മകൻ ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവരൊക്കെ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഓവർകം ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സമ്മതിക്കണോട്ടോ അവരെയൊക്കെ. പിന്നെ അവരുടെ സഹോദരങ്ങൾ ഈ കേസിന് വേണ്ടി റീഓപ്പൺ ചെയ്ത രീതി ഒന്നും ഞാൻ ഇനിയിപ്പോൾ സ്പോയിലറായിട്ട് പറയാനൊന്നുമല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ്. പക്ഷെ ഇതിന്റെ ഒരു റിയാലിറ്റിയോട് ചേർന്ന് നിന്ന് ആ കഥ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. എനിവേ നിങ്ങൾ എല്ലാവരും ഈ ഡോക്യുമെന്ററി കാണാൻ വേണ്ടി ശ്രമിക്കുക. ബൈ ബൈ.